പറ്റുവാണെങ്കിൽ എനിക്കിത് എങ്ങനെയല്ലോ ഒന്ന് ഒഴിവാക്കി തരണം. ഒരു ദിവസം പോലും അയാൾ മദ്യപിക്കാതെ വന്നിട്ടില്ല. അതെങ്ങനെയാ? കുടിച്ചാൽ വയറ്റി കിടക്കണം. ഇത് മൊത്തം എൻ്റെ മേത്താ തീർക്കുക. എനിക്ക് വേണ്ട ഒരു കാര്യം പോലെ അയാൾ ഇന്നേ വരെ ചെയ്തു തന്നിട്ടില്ല. ഓഫീസിൽ കുറെ എണ്ണങ്ങളുണ്ട്, ഫുൾ ടൈം ആരുടെ കൂടെയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്നേഹയ്ക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. അത് വേണ്ട, അങ്ങനെ ഒറ്റയടിക്കുള്ള രക്ഷപ്പെടണം. എനിക്കിട്ടാണല്ലോ എനിക്കിട്ടണം. സ്നേഹയ്ക്ക് ഹസ്ബൻഡിനോട് നല്ല ദേഷ്യമുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അകത്തിടണമെങ്കിലേ കുറച്ച് തെളിവൊക്കെ വേണം. പിന്നെ സ്ത്രീ എന്ന പരിഗണന ഉള്ളതുകൊണ്ട് സ്നേഹതന്നെ കേസിൽ ജയിക്കും. പിന്നെ സ്വർണം വല്ലതും കൊടുത്തിട്ടുണ്ടോ? ആ, അപ്പം നമുക്ക് അത് തിരിച്ചു വാങ്ങാനൊരു കേസ് കൊടുക്കാം. ബാക്കിയെല്ലാം ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് നോക്കാം. അവളെന്തൊക്കെയാ ചെയ്യുന്നത് എനിക്ക് തന്നെ ഐഡിയ ഇല്ല. അവളെ വക്കീലോട് പറഞ്ഞ് ഞാൻ അവളെ തല്ലി എനിക്ക് മറ്റു സ്ത്രീകളോട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ്. തല്ലിന്നോ? സത്യം പറഞ്ഞു, നീ എങ്ങാനും അറിയാണ്ട് കൈവച്ചോ? നിങ്ങളുടെ അമ്മ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുണ്ടെങ്കിൽ ഞാനുണ്ടാവില്ല. സ്നേഹ, നീ ഇപ്പോഴും ദേഷ്യം പിടിച്ചിരിക്കുകയാണോ? ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂർ ലേറ്റായി പോയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ബ്ലോക്ക് ആയതുകൊണ്ടാന്ന്. ബ്ലോക്ക്? താൻ എന്റെ ഓഫീസിൽ മറ്റുള്ളവരുടെ കറങ്ങി നടന്നിട്ട് ബ്ലോക്ക് എന്ന് പേരോ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞു ഞാൻ കണ്ണി കണ്ട പെണ്ണുങ്ങളെ എന്നെ ചേർത്ത് പറയാൻ നിൽക്കരുതെന്ന്. തനിക്ക് ചെയ്യാ, ഞാൻ പറയുന്നല്ലേ കുറ്റം. തനിക്ക് കണ്ണി കണ്ട് വേശിലൂടെ നടക്കാനാണെങ്കിൽ എണ്ണത്തിനാണോ താൻ കെട്ടിയേ? പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് കയ്യും നോങ്ങി എന്നുള്ള ശരിയാ. തല ഞാൻ ഒന്നുള്ള ചെയ്തിട്ടില്ല. അവൾ ഇത്രയും പ്രശ്നമായിരുന്നോ? നീ എന്നിട്ട് വീട്ടിലൊന്നും പറഞ്ഞില്ലേ? വീട്ടിൽ പറഞ്ഞിട്ട് എന്തിനാ? വീട്ടൊക്കെ കൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇത്രയും വർഷമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നും? നീ എന്തായാലും സൂക്ഷിച്ചു സുജിത്തെ. അവൾ പെൺകുട്ടിയാന്നുള്ളൊരു പ്രിവിലേജ് അവൾക്ക് ഉണ്ട്. നിയമം അവളുടെ കൂടെ ആയിരിക്കും. പിന്നെ നിനക്കറിയാലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഫയലുണ്ടത്, അപ്പോൾ നമുക്ക് പറ്റും പോലെ ഫയലും കൂടെ നോക്കിയിട്ട് അത് ചെയ്യാം. പോകുന്നതിന് അവസാനമായിട്ടൊന്ന് കാണാൻ വന്ന ജയിച്ചല്ലോ അല്ലേ? കോടതി ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ തരാൻ വിധിച്ചിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടി നീ ഇതൊക്കെ ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കോടതിയിൽ നീ പറഞ്ഞു മദ്യപിച്ചെന്നും ഞാൻ വന്നിരുന്ന തല്ലും എനിക്ക് ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ. ഇത് രണ്ടും സത്യമല്ലെന്ന് എനിക്കും അറിയാം, എനിക്കും അറിയാം. നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ജയിക്കണം, ഇതായിരിക്കും അല്ലേ? അതിനു മുമ്പ് ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ നിന്നെ നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് എനിക്കിതൊന്നും നിന്നോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രം വന്നതാണ്.